Hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്നാക്ക് ആണ് ട്ടോ. സ്നാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്ന നമ്മുടെ പഴംപൊരിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പഴംപൊരിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പഴംപൊരി അല്ല. ഇത് കുറച്ച് വ്യത്യസ്തമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ പഴംപൊരിയാണ്. അപ്പോൾ ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കൂ. അതിൻ്റെ ടേസ്റ്റും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. എപ്പോഴും ഒരേ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കുന്നതിനേക്കാൾ ഈ ഒരു വ്യത്യസ്തമായ പഴംപൊരിയുടെ ടേസ്റ്റും കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഇതുപോലെയും പഴംപൊരി ഉണ്ടാക്കും കേട്ടോ. എപ്പോഴും നമ്മൾ ഏറ്റവും എളുപ്പത്തിന് മൈദപ്പൊടി മാത്രം മിക്സ് ചെയ്തിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുക. ഇതിൽ മൈദപ്പൊടിയുടെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ആഡ് ചെയ്തിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. പിന്നെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരന്ന പാത്രത്തിൽ പഴംപൊരിയുടെ മാവ് കലക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും പഴം ഡിപ്പ് ചെയ്തെടുക്കാൻ. അതെന്താണെന്ന് വെച്ചാൽ ഞാനത് വീഡിയോ ചെയ്യുമ്പോൾ പറയാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. കുഴിവുള്ള പാത്രത്തിൽ കലക്കിയെടുക്കുന്നതിനേക്കാൾ എപ്പോഴും എളുപ്പം നമ്മൾ പരന്ന പാത്രത്തിൽ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യവും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ പോവാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ ഈ 3 പഴത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടിയിലും ചെയ്യാം, ഗോതമ്പൊടിയിലും ചെയ്യാം. പക്ഷെ കൂടുതൽ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മൈദപ്പൊടിയിലാണ് ചെയ്യുക, വീടുകളിലാണ് ഗോതമ്പൊടിയിൽ ചെയ്യുക. അപ്പോൾ 2 കപ്പ് മൈദപ്പൊടിയിലേക്കായിട്ട് 3/4 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിന് പ്രത്യേകിച്ച് അളവ് പറയുന്നില്ല. ഇതിപ്പോൾ 1 കപ്പിൽ മേലെ തേങ്ങാപ്പാലുണ്ട്. 2-ാം പാലും 1-ാം പാലും ചേർത്ത് ഒരുമിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ തേങ്ങാപ്പാലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഴുവൻ തേങ്ങാപ്പാലിൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ചെയ്യാം. 1-ാം പാല് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യരുത്. 2-ാം പാലും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര. മധുരത്തിനനുസരിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ പഴത്തിന്റെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര എടുക്കാനായിട്ട്. ഓവറായിട്ട് പഴുപ്പ് കൂടിയ പഴം എടുക്കരുത്, വല്ലാതെ പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് പഴംപൊരിക്ക് എപ്പോഴും നല്ലത്. നന്നായിട്ട് പഴുത്തു പോയ പഴമാണെന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, ബേക്കിംഗ് സോഡ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പും. അപ്പോൾ ആദ്യം നമുക്ക് ഈ മൈദപ്പൊടിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ദോശമാവ് ചേർത്ത് കൊടുക്കാം. ദോശമാവ് ചേർക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്പിനെസ് കിട്ടും. പിന്നെ അരിപ്പൊടി ചേർക്കാമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ അരിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. അത് ചില ആളുകളുടെ താല്പര്യമാണ് അരിപ്പൊടി വേണോ വേണ്ടയോ എന്നുള്ളത്. ചില ആളുകൾക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആയിരിക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അരിപ്പൊടിയുടെ കാര്യം പറഞ്ഞത്. ചേർക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാം. നമ്മുടെ ഇടിയപ്പത്തിന്റെയോ അപ്പത്തിന്റെയോ പാകത്തിലുള്ള അരിപ്പൊടി കേട്ടോ, പൊട്ടുപൊടി ചേർക്കരുത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അധികം മഞ്ഞൾപ്പൊടി വേണ്ട. പിന്നെ ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ. ബേക്കിംഗ് സോഡ തന്നെ ചേർക്കണം. ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ കാര്യം മാറും. പിന്നെ നമ്മൾ ചേർക്കുന്നത് പഞ്ചസാര. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് മധുരമുള്ള പഴംപൊരി ഇഷ്ടമല്ല. പഴത്തിന് ആവശ്യത്തിന് മധുരം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം. ഞാനിപ്പോൾ 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ മുഴുവനും ഒരുമിച്ച് തന്നെ ചേർക്കണ്ട. നമുക്ക് വെള്ളത്തിന്റെ അളവ് എത്ര വേണം എന്നുള്ളതനുസരിച്ച് ഓരോ പ്രാവശ്യവും നമ്മൾ വാങ്ങിക്കുന്ന മൈദപ്പൊടിയിൽ വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് തന്നെ തേങ്ങാപ്പാൽ ചേർക്കാത്തത്. കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ ഈ ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിനുശേഷം പഴം കട്ട് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാറ്റർ ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ആയിക്കോളും. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പക്ഷെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ മാത്രമല്ല ചേർക്കുന്നത്. കുറച്ച് തിക്കായിരിക്കണം നമ്മുടെ ബാറ്റർ. ഒരുപാട് തിക്കായി പോകാനും പാടില്ല, ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാനും പാടില്ല. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഴംപൊരി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രിസ്പി ആയിരിക്കും. അതിനായിട്ടൊരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോളൂ. അരിപ്പൊടി തരിയില്ലാത്ത അരിപ്പൊടി ആയിരിക്കണം. ഇനി ഞാൻ കുറച്ച് വെള്ളം ചേർക്കുകയാണ്. തേങ്ങാപ്പാൽ 2-ാം പാലും കൂടി ചേർന്നതായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതൊന്ന് നമ്മുടെ കറക്റ്റ് ബാറ്ററിന്റെ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി നമ്മൾ സാധാരണ പഴംപൊരിയുടെ മാവിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ പഴത്തിന്റെ നീളം കുറച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ
ഒരുപാട് വലിപ്പമുള്ള പഴംപൊരി വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് കുറച്ച് നീളം കുറച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പഴത്തിന് 3 ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം ഇതുപോലെ നീളം കുറച്ചിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല കേട്ടോ. നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് പഴംപൊരിക്ക് പഴം കട്ട് ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ, വലിയ പഴം ഉപയോഗിച്ച് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പരന്ന പാനിൽ ഉണ്ടാക്കുക കേട്ടോ. നമ്മൾ ഈ പഴം 2ആയിട്ട് കട്ട് ചെയ്ത് കുറുകെ കട്ട് ചെയ്ത് നീളം കുറച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കുന്നതെങ്കിൽ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാം. ഇതാവുമ്പോൾ ഞാനിപ്പോൾ വലിയ പഴം എടുത്തിട്ടാണല്ലോ പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. മുഴുവൻ ഉണ്ടായ പഴത്തിന്റെ 1/4 ഭാഗം മാത്രമേ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് വൈഡായിട്ടുള്ള പാൻ വെച്ചിട്ട് പഴംപൊരി ഉണ്ടാക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് പഴം ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിരിക്കണം. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. ഒരു 2-3 എണ്ണം ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. തിരിച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട. ആദ്യം തന്നെ നമ്മളിപ്പോൾ 2-3 എണ്ണം ഇട്ട് കൊടുത്തിട്ട് പതുക്കെ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇത് 3 എണ്ണം റെഡിയായി വരട്ടെ. ഇപ്പോൾ ഇതുണ്ടോ പൊങ്ങി തുടങ്ങി. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് തന്നെ അത് പതുക്കെ പൊങ്ങി വന്നോളും. പൊങ്ങി വന്നില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കൊന്നും വേണം കേട്ടോ. പഴംപൊരിയുടെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. പഴംപൊരിയാണ്, ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ല. പഴംപൊരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ടാസ്ക് ഒന്നും അല്ല കേട്ടോ. വേഗം റെഡിയായി വരും. ഇത് കണ്ടോ, ആദ്യം നമ്മളിട്ട പഴം റെഡി ആയി കഴിഞ്ഞു. അടുത്തതും റെഡിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തത് പതുക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ പഴം ഇടുമ്പോൾ എണ്ണ നല്ല ചൂടായിരിക്കും. പിന്നീടുള്ള പഴം ഇടുമ്പോൾ ചൂടൊന്ന് കുറയും. അപ്പം അതിനനുസരിച്ച് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് തേങ്ങാപ്പാലും ദോശമാവും ഒക്കെ ചേർത്ത് പഴംപൊരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ തന്നെ പഴംപൊരി ഉണ്ടാക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായ രുചികളിലുള്ള ആ ഒരു ടേസ്റ്റും കൂടെ നമ്മൾ അറിയണ്ടേ, എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള പഴംപൊരികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു 1/4 കപ്പ് തേങ്ങ മതി കേട്ടോ തേങ്ങാപ്പാൽ എടുക്കാനായിട്ട്. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട. അപ്പോൾ ഇതുപോലെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് പഴംപൊരി ഉണ്ടാക്കുക. ഞാൻ ആദ്യത്തെ പഴം എടുത്തു കഴിഞ്ഞു. ആദ്യത്തെ പഴമല്ല, ആദ്യത്തെ പഴംപൊരി എടുത്തു കഴിഞ്ഞു. ഇത്രയും കുക്കായാൽ മതി, ഓവറായിട്ട് കളറൊന്നും മാറിപ്പോണ്ട. ഇനി ഇത് നമുക്കൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ പൊരിച്ചെടുക്കട്ടെ. എല്ലാ പഴംപൊരിയും ഇതുപോലെ പൊരിച്ചെടുത്തത് നമുക്കിനി കാണാം. അപ്പോൾ ബാക്കി ഇനി പ്രസൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണ്. അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ട് നമ്മുടെ ദോശമാവ് ചേർത്തിരിക്കുന്നതിൻ്റെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ പഴംപൊരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. മറന്നുപോയതേ കമൻറ്റ് ചെയ്യാൻ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യണേ. പിന്നെ നിങ്ങൾ ഈ രീതിയിലല്ലാതെ വേറെ രീതിയിലൊക്കെ പഴംപൊരി ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരണേ. അപ്പോൾ ഞാനിത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്ത രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതാ നല്ല ചൂട് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചൂട് ചായയും പഴംപൊരി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടല്ലോ. എല്ലാവരും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ചായ കുടിക്കും. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.